എല്ലാവർക്കും കാന്താരി കിച്ചണിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വറുത്തരച്ച ചിക്കൻ കറിയാണ്. ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ നമുക്ക് പരിചയപ്പെടാം. ചിക്കൻ 1.5 കിലോ ആണ്. നന്നായിട്ട് കഴുകി നീറ്റാക്കി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ചുവന്നുള്ളിയാണ് ഈ ചേർക്കുന്നത്. ചുവന്നുള്ളി കുറച്ചധികം വേണം. പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, തേങ്ങ, ഉപ്പ്, കറിവേപ്പില. ചിക്കൻ കറിക്ക് ആവശ്യമായ തേങ്ങ നമുക്ക് വറുത്തെടുക്കാം. ഇനി പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ ഒരു മുറി തികച്ചെടുത്തിട്ടില്ല കേട്ടോ. അതിലേക്ക് 1 സ്പൂൺ മല്ലി എടുത്ത് വെച്ചിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, മുറിച്ചിട്ട് കൊടുക്കാം. അര സ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കുരുമുളക്, ചെറിയ കഷ്ണം പട്ട, 2 ഗ്രാമ്പൂ, തക്കോലം. ഇത്ര ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ആവശ്യം നമുക്ക് കുറച്ച് നേരം ഇളക്കി കൊടുത്തു നോക്കാം. വെളിച്ചെണ്ണ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെളിച്ചെണ്ണ ചേർത്താൽ മതി. എനിക്ക് ചേർക്കേണ്ട തേങ്ങയിൽ ഉണ്ടല്ലോ എണ്ണ. ഇതിലേക്ക് നമുക്കൊരു ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാവേ, ചെറിയൊരു കളർ കിട്ടട്ടെ. നന്നായി ചൂടായി കഴിയുമ്പോഴത്തേക്കും തീ കുറച്ചിട്ടിട്ട് വേണം ഇളക്കിയെടുക്കാനായിട്ട്. തേങ്ങയും മല്ലി മുളകും എല്ലാം നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 സ്പൂൺ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. പട്ടയൊക്കെ ഞാൻ തീരെ കുറച്ചാണ് ചേർത്തിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം നിങ്ങൾക്ക് ചേർക്കാം. ഇവിടെ പട്ടയുടെ ടേസ്റ്റ് അത്ര ഇഷ്ടമില്ലാത്ത കാരണമാണ് ചിക്കൻ പൊടി ഇച്ചിരി ചേർത്തിട്ടുള്ളത്. ഇതിന് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്ക് അരച്ചെടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 4-5 സ്പൂൺ വരുന്ന രീതിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില ഊരിയിടാം. നമ്മളൊരു ശകലം തേങ്ങ അവിടെ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് ഇഞ്ചി, വലിയൊരു കഷ്ണം ഇഞ്ചി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഒരു 8 അല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. അതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി ആവശ്യമായ ഉപ്പ് ഇച്ചിരി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളിയൊക്കെ പകുതിയോളം വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 3 പച്ചമുളക്. ഇനി അത് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് നുറുക്കി വെച്ച ഇറച്ചിയാണേ. നന്നായിട്ട് ഇളക്കി കൊടുക്കും. ഇറച്ചി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് വാടി വരട്ടെ. ഇറച്ചിക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇറച്ചിയൊക്കെ നന്നായിട്ട് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. തുറന്ന് നോക്കുവാണേ. ചിക്കനിലുള്ള വെള്ളം എല്ലാം ഊറി വന്നിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് ഊറി വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ചു വെക്കുന്നത്. ഞാൻ വെള്ളം എല്ലാം ഒന്ന് പറ്റി വരട്ടെ. ചിക്കനിൽ വെള്ളം നന്നായി പറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഇളക്കാം. വേകാൻ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാർ നന്നായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി വെള്ളവും പാകത്തിന് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു 20 മിനിറ്റായി. നമുക്ക് നോക്കാം. ചാറൊക്കെ പറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് 2 ഇതിൽ കറിവേപ്പിലയും കൂടെ ഊരിയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ വറുത്തരച്ച ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലുണ്ടാക്കി നോക്കണേ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ഞെക്കിയേക്കണേ.